ഇന്ന് ഫുൾ റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് ഫുൾ സ്ഥലമൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി ഇനി പോവുക, പല്ല് കഴിക്കുക. ചെറിയ സിമ്പിൾ ആൻഡ് ഹംബിൾ മാൻ. വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇതിന് പുറത്ത് പോകേണ്ട ചെറിയ പ്ലാനുണ്ട്. ജസ്റ്റ് ഒരു 4 അല്ലെങ്കിൽ 3:30 നോക്കട്ടെ, എങ്ങനെയാ നോക്കണം. ഇനി പോയി പല്ല് വെച്ച് കുളിച്ച് അത് തന്നെ പരിപാടി. ഇനി അത് തന്നെ ഇനി ഫുഡ് കഴിക്കുക, പ്ലാൻ തന്നെ. കുളിച്ചിറങ്ങി സിമ്പിൾ മാൻ. ഇനി ഫുഡ് കഴിക്കുക, അത്രേ ഉള്ളൂ. ഫുഡെല്ലാം കഴിച്ചിരുന്നു. ഇനിയുള്ള പ്ലാനെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം എടുത്തിരിക്കുക, പിന്നെ കിടന്നുറങ്ങുക. ഇതൊക്കെ തന്നെ പ്ലാന്. 2 മുട്ട കഴിച്ചിരുന്നു. ഇന്ന് കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു. അയ്യോ ഗുഡ് നൈറ്റ് ഗൈസ്. ഇപ്പോൾ കിടന്നുറങ്ങാൻ പോകണം, ഉറക്കം വരണം. ഓക്കെ ബൈ. അങ്ങനെ ഉറക്കം എണീറ്റ് ഇനിയിപ്പോൾ കഴിക്കണം. 5 മിനിറ്റ് 5-10 മിനിറ്റ് കഴിയണം. വിശക്കും. ഫുഡൊക്കെ റെഡിയാക്കി ഇനി ഫുഡ് കഴിക്കാൻ പോണു. കഴിച്ചിരുന്നു, സെറ്റായി. പുറത്ത് പോകണം. എൻ്റെ കൃഷിയൊന്നുമല്ല, പോണ വഴി കണ്ടതാ. അയ്യോ കൊള്ളാല്ലേ. ഞാനൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നതാ. സാധനം ഉണ്ടെന്ന് എനിക്ക് അറിയുക പോലും ചെയ്തു കൂടെയായിരുന്നു. അപ്പോൾ ഈ കോളിഫ്ലവറെ ക്യാബേജ് എന്തോ ആണ് എനിക്കറിഞ്ഞൂടാ. കൊള്ളാം. മേര തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അത് കുറേ ഉണ്ട്. ഇവിടെ നിന്ന് പാതി കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പാതിന് ശേഷം അപ്പുറത്തെ സൈഡുണ്ട്. ഇത് ടാങ്കർ പോയിൻ്റ് ആയിരുന്നു. ടാങ്ക് നിർത്തിയിട്ട് വെള്ളം ഇപ്പം ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു ഇവിടെ. എന്നാൽ നമ്മൾ വേറെ ആരെയും കമ്പയർ ചെയ്താലും നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ മനസ്സമാധാനം പോകും. എന്നാലും നമ്മൾ ശരം കോമ്പറ്റീഷൻ ആണെങ്കിൽ മുന്നോട്ട് കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ അസൂയപ്പെട്ടിട്ടും കാര്യമില്ലെന്നാണ്. ഇല്ല, എന്തിന് വിശ്വസിക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. അയ്യോ ഇതൊക്കെ ഫ്യൂച്ചറിൽ വലുതാവണമെങ്കിൽ കാണിച്ചു തരാം, രക്ഷപ്പെടുമെങ്കിൽ. ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതുപോലെയാണ് അവിടെ കിടന്നത് പൊങ്ങിയത്. പക്ഷേ ഇത് ഇത്രയും ചെറുത്, മറ്റേത് അങ്ങനെയല്ല. ഇതിനേക്കാൾ ശരം കൂടി വലുതായിരുന്നു അവിടെ കൊണ്ടുവച്ചത്. എന്നാൽ ആ സമയത്ത് എനിക്ക് വീഡിയോ ഇടണമെന്നൊന്നും തോന്നിയിട്ടില്ല. ജസ്റ്റ് ഈ പുതിയ മാസമായപ്പോൾ ജസ്റ്റ് എന്തോ മനസ്സിൽ തോന്നി എടുത്തിട്ടു. പിന്നെ ഒരു ടാസ്ക് വെച്ച് നോക്കി, മേ ബി കണ്ടിന്യൂസ് ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി. എന്തായാലും ചുമ്മാ ഇരിക്കുകയല്ലേ, അങ്ങനെ വിചാരിച്ചിട്ടോ. വണ്ടികൾ ഇതെടുത്തോണ്ട് പോകണം, വെള്ളം.
ഇപ്പം ക്ലോസ് ആയി, അല്ലെങ്കിൽ ഇത് ഓണായി കിടക്കും, ഇവിടെ ഓണായി കിടക്കും. അയ്യോ, നാരങ്ങ കരിഞ്ഞു. നാരങ്ങ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു, കരിഞ്ഞു. വെട്ടിയെന്ന് തോന്നുന്നു എൻ്റെ മൂട്, അല്ലാതെ ഇവിടെ നിന്ന് കരിയൂല. മൂട് വെട്ടിയെന്ന് തോന്നുന്നു ഇതിൻ്റെ. കാരണം വെള്ളം ഡെയിലി കൊടുക്കുന്നതാണ് അവർ. എൻ്റെ മൂട് വെട്ടി കളഞ്ഞിട്ട് തോന്നുന്നു. ഇവിടെ പുതിനയൊക്കെ ഉണ്ട്, ഉണ്ടാ. സെറ്റ് മണമാണിത്. ആളും ഇവിടെ അടിപൊളിയാണ്. എവിടെയൊക്കെ ഉണ്ട്, പക്ഷേ അത് അവിടെയുള്ളത് വലുതായിരുന്നു സ്ഥലം. ഇതുപോലെയൊക്കെ വീടൊക്കെ കാണുമ്പോൾ നമ്മളെ 5ൻ്റെ പൈസ എല്ലാം തോന്നും. ഇവിടത്തെ പ്രൈസ് ചോദിക്കാൻ ഇതുപോലത്തെ മേ ബി 2 3 ഇന്ത്യയിൽ വയ്ക്കാൻ പറ്റും ഇവിടുത്തെ പ്രൈസിൽ. എന്താ വീട് കണ്ട, നോട്ട് എ മൈ ഹോം. കൃഷി മാറ്റിപ്പിടിച്ച്, ഫുള്ള് മാറ്റിപ്പിടിച്ച്. ഇവിടെ കൊണ്ട് കുറേ നാളായിരുന്നു. അങ്ങക്ക് അത് തന്നെ വെച്ച് പന ബൗണ്ടറി തിരിച്ച് നല്ല ഉണ്ടാ വീട്ടിനെ സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത്. എല്ലാവരും പൈസയൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണം. ഒരു വീട് വാങ്ങിച്ചാൽ അതിലൊരു 60 സെൻറ്റ് എന്നിട്ട് അതിന് കോമ്പൗണ്ട് തിരിച്ച് ചുറ്റും ചെടിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് എടുക്കണം. ഇല്ല പയ്യ മേ ബി ഡ്രീം ഹോം എന്ന് പറയുമല്ലോ, അതുപോലെ ലൈക്ക് ടേക്ക് എ ടൈം, മേ ബി ടേക്ക് എ ടൈം, മേ ബി 4 years 5 years ടേക്ക് എ ടൈം. ഡയറക്റ്റ് വീടുണ്ടാക്കണമെന്നില്ല, ജസ്റ്റ് നമ്മളെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷം എന്ന് പറയില്ല, അതുപോലെ വീട് വയ്ക്കണമെന്ന് പറയില്ല, ലൈക്ക് ദ ടൈപ്പ്. അപ്പോൾ ഇവിടെ ഫുള്ള് കാട് ഒഴിച്ച് കിടന്നു. എൻ്റെ 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ എപ്പോഴും വഴിയില്ല ഇവിടെയൊന്നും. അവിടെ നിന്ന് പോണ ഒരു മെയിൻ സൈറ്റാണ് സൈഫ എന്ന് പറയും. സൈഫ കണ്ട, ഫോണിലൊക്കെ അത്രയൊക്കെ പറ്റുള്ളൂ സുമിയെ. ഇതിലൊരു ഫ്രൂട്ടുണ്ട്, മറ്റേ ആപ്പിൾ ടൈപ്പാണ്. ഇതിൽ കാവൻ തുടങ്ങിയുള്ളൂ. ഇത് ചുമക്കുമ്പം മറ്റേ ആപ്പിളിൻ്റെ ടേസ്റ്റാണ് ഇതിന്. ഇത്രയൊന്നുമില്ല സംഭവം, ഈ സൈസേ വരുള്ളൂ. ഈ സൈസ് അടിപൊളി ടേസ്റ്റാണ്. കൂടുതലൊന്നും കഴിക്കാൻ പറ്റൂല, ഒരു 2-3 അതിനുശേഷം നമുക്ക് ടേസ്റ്റ് മടുക്കും. നമ്മളെ നാട്ടിൽ ഇതിൻ്റെ വേറെ ടൈപ്പാണ്, മറ്റേ ഒരു കറുത്ത ഉള്ളു മുള്ളി പൊടിക്കുന്ന. പേര് ഞാൻ മറന്നു, എനിക്കറിഞ്ഞൂടാ, ഓർമ്മയില്ല. കറുത്തൊരു മുള്ളി പൊടിക്കും, പള്ളിച്ചെടി വളർത്തും. ഇത് മുള്ളാണ്, പക്ഷേ ഇതിലും ഉണ്ട്, കായുണ്ട്. ഇത് ആപ്പിളിൻ്റെ ടേസ്റ്റാണ്. ലൈക്ക് കിടക്കണം, ഇത് 2-3 കഴിക്കുമ്പോൾ നമ്മൾ മടുക്കും, പിന്നെ അതിൻ്റെ ടേസ്റ്റ് വരില്ല. ടേസ്റ്റ് നോക്കാം ജസ്റ്റ്. സ്കൂൾ ബസ് ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ UAE കണ്ടോല്ലേ എല്ലാം, അവിടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചെറിയ വ്യത്യാസം നമ്മളാ KSRTC പോലെ. ഇങ്ങനെ ചെയ്യാത്ത കാര്യമാണ് വീട്ടിന് സൈഡിൽ ചെടി വെച്ച് പിടിപ്പിക്കുന്നത്. ജസ്റ്റ് ഒരു യൂണീക്കാണ്. എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ 2 മരം 3 മരം പൊടിക്കും കേട്ടാ.
ഇനി ഇപ്പോഴാണ് അറിയാമെന്നുള്ളത്, ഇതിൻ്റെ സൈഡിൽ നിന്നും പൊടിക്കുമെന്ന്. കൊള്ളാം. ഞാൻ ഫസ്റ്റ് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ലൈക്ക് തെങ്ങ് പോലെ. തെങ്ങ് പോലെയാണ് വിചാരിച്ചത്. ലൈക്ക് യുണീക്ക് മിനി കേരളം കാണാം. മിനി കേരളം അടിപൊളിയാണ്. കാണിച്ചത് എനിക്കിവിടെ കണ്ടപ്പോൾ മിനി കേരളം പോലെയാണ് തോന്നിയത്. ഇവിടെ ഉള്ളത് എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ആരെ സ്ഥലമെന്ന് അറിഞ്ഞൂടെ. ഇറങ്ങിയാലോ പറയൂന്ന് പറഞ്ഞുകൂടെ, എല്ലായിടത്തും എനിക്ക് ഇറങ്ങായിരുന്നു. വഴക്ക് പറഞ്ഞാൽ ശരിയല്ല, അതുകൊണ്ടാണ് പിന്നെ ഇതെനിക്കൊന്ന് പശുവിന് കൊടുക്കാനാ, അതിന് കൊടുക്കാൻ വളർത്തണേന്ന് തോന്നുന്നു. കൊള്ളാല്ലേ? ഇഷ്ട വ്യൂ അല്ലേ? നമ്മളൊന്നും അല്ലെന്നാണ്. അത്ര ഹാർഡ് വർക്ക് ഒക്കെ ഒരു 1% ഒക്കെ തന്നെ വരുമ്പം തന്നെ നമ്മളെങ്ങനെയല്ലേലും നമ്മളെല്ലാ പ്രശ്നവും തീരുന്നതാണ് പൈസയ്ക്ക് വേണ്ടിയുള്ള. പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും സ്ട്രഗിൾ ചെയ്യണം. അതെല്ലാത്തിലുള്ളതാണ് കേട്ടോ. നമ്മൾ ഒരു കാര്യം മേ ബി പിന്നെ നമ്മളിപ്പോൾ ആദ്യം വീട്ടുകാർ സമ്മതിക്കില്ല. അവരൊക്കെ ഒരു ഇത് ആക്കിയെടുക്കുമ്പം അവർക്ക് സംസാരിച്ച് അവരെ നമ്മളെ ഇതിലാക്കി എടുക്കുമ്പോൾ തന്നെ നേരമൊക്കെ വിളിക്കും. നമ്മളെ തന്നെ വയസ്സായിപ്പോവും. ആ കാര്യത്തിൽ അവരെ കൺവിൻസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ വീട്ടുകാരെ. അയ്യോ, നേരെ റൂമിൽ പോകണം. കുറേ കൂടുതൽ നടന്നു. എൻ്റെ അപ്പുറത്തോട്ടുണ്ട്. ഇനി അത് നെക്സ്റ്റ് മന്ത് കാണിച്ചു. നെക്സ്റ്റ് മന്തല്ല, നെക്സ്റ്റ് ടൈം. നമുക്ക് നടന്നു പോയേ കാണിക്കേണ്ടതൊക്കെ ഉള്ളൂ. വണ്ടിയിലൊക്കെ പോകുമ്പം കട്ട എക്സ്പെൻസാണ്. നമുക്ക് ആ പാട 4 രൂപ 5 രൂപ ഒരു മാസത്തെ എക്സ്ട്രാ കയ്യിൽ കാണും. അത് പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിച്ച് കഴിക്കുക, വണ്ടിയിൽ പോകും. മനസ്സിലായോ? ഇവിടെ നിന്നൊന്നും ലുലുവിൽ പോകാൻ തന്നെ ഏകദേശം 2 രൂപ അടുപ്പിച്ച് പറഞ്ഞു. 2 രൂപ ലുലുവിൽ പോകാനും പിന്നെ തിരിച്ചു വരാനും 4 രൂപ. ഒരു മാസത്തിലെ സേവിങ്സ് ബാലൻസ് പറഞ്ഞത് ഏകദേശം 5 രൂപ 6 രൂപ. ഈ പ്രാവശ്യം അതും കാണൂല. ന്യൂ ഇയറിന് കേക്ക് വാങ്ങിക്കണ്ടേ. പിന്നെ ലോണിൻ്റെ ദിവസം പറഞ്ഞ കേട്ട് വീട്ടിൽ. അയ്യോ, ഒന്നും പറഞ്ഞൂടത്. അടിപൊളിയല്ലേ? നല്ല രസമുണ്ട്. കൊള്ളാം.
അങ്ങനെ റൂമെത്താറായി. നമ്മൾ റൂമെത്താറായി ഗൈസ്. സെറ്റായി തളർന്നു. നടന്ന് റൂമിൽ അങ്ങനെ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പോകുന്നു. ടൈമായി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.